ഹലോ ഗേയ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് ലഞ്ചിന് നമ്മൾ 2 കറി വെക്കുകയാണ്. ഒന്ന് ചൂരക്കറിയും ചൂര മീൻ കറിയും, പിന്നെ നമ്മുടെ ചീരത്തോരൻ, ചുമന്ന ചീരത്തോരൻ, റെഡ് സ്പിനാച്ച്. അടുത്തത് ടൂണ ഫിഷ് കറി. ഓക്കെ, നമ്മൾ കഴുകി വച്ചിരിക്കുന്ന ഫിഷിലോട്ട് മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും ഇതോടെ ഉപ്പോടെ ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റത്തേക്ക് ഡിപ്പ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാണ്. അതായത് ഇതിൻ്റെ സ്മെല്ലെല്ലാം മാറിക്കിട്ടാനായിട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു 3-4 നല്ല വെള്ളത്തിൽ, നല്ല ഒഴുക്ക് വെള്ളത്തിൽ നല്ലതായിട്ട് 3-4 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിന് കറിക്ക് വേണ്ട 2 തക്കാളി, 2 തണ്ട് കറിവേപ്പില, 3 മീഡിയം സൈസ് സവാള, ഇതെല്ലാം അരിഞ്ഞു വെക്കുകയാണ്. 3 മീഡിയം സൈസ് സവാള അരിഞ്ഞു വെക്കുന്നത് ഇത് ഫിഷ് കറിക്ക് മാത്രമല്ല, ചീരത്തോരനോടെ വേണ്ടിയാണ്. ഓക്കെ, ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ഐറ്റംസ് എല്ലാം പപ്പാതി എടുക്കുകയുള്ളൂ. 1/2 പോർഷൻ ചീരത്തോരനും 1/2 പോർഷൻ ഇതിനുമാണ്, ഫിഷ് കറിക്കുമാണ്. ഓക്കെ, ഞാൻ നിങ്ങളെ കാണിക്കുവാണ്. ജസ്റ്റ് ഒന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നിങ്ങളെ കാണിക്കുകയാണെന്ന്. ഓക്കെ, എന്നിട്ട് ഇതുകൊണ്ട് പച്ചമുളക് ഇതൊരു 7-8 പീസ് സ്ലൈസ് നടുവ് മുറിച്ച് വെച്ചേക്കാണ്. 2 ചീരത്തോരനും വേണം, ഇത് ടൂണ ഫിഷ് കറിക്കുമാണ്. ഓക്കെ, നമ്മൾ രണ്ട് പ്രാവശ്യം മസാല ചേർക്കുന്നുണ്ട്. അതായത് ആദ്യം കുറച്ച് മസാല നമ്മൾ കുഴച്ച് വെക്കുകയാണ്. അതായത് 2 സ്പൂൺ ഫിഷ് മസാല, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പോടെ മിക്സ് ചെയ്ത് വെക്കുകയാണ്. അതിനകത്ത് ശകലം വെള്ളം വെച്ച്. ഓക്കെ, നമ്മളിനി വഴറ്റാനുള്ള അടുത്ത ട്രിപ്പിന് സവാള വഴറ്റാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം മിക്സ് ചെയ്തതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ. ഓക്കെ, ഇത് മഞ്ഞൾപ്പൊടി, പിന്നെ ഉലുവ, ഫെനുഗ്രിക് സീഡ്, ഉലുവ പൊടിയല്ല, പച്ച ഉലുവ ഹോളായിട്ടുള്ള. ഓക്കെ, അടുത്തത് കടുക്, മസ്റ്റാർഡ് സീഡ്. പിന്നെ നമ്മൾ കറിയിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട്, കാരണം നമുക്ക് ഇച്ചിരി കൊഴുപ്പുള്ള കറി വേണം, ടേസ്റ്റും വേണം. അതിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം എടുത്തിട്ട് എണ്ണ ചൂടാക്കുകയാണ്. എണ്ണ ഒഴിച്ച് ചൂടാവണം എണ്ണ. ഞാൻ എണ്ണ ഒഴിക്കുന്ന പാത്രം നിങ്ങളെ കാണിക്കുകയാണ്. പിന്നെ എണ്ണ വന്നേക്കുന്ന ബോട്ടിലിൻ്റെ മോൾ ഭാഗത്ത് ഒരു സിൽവർ ഫോയിലുണ്ട്. നമ്മളതിൽ മൊത്തം അത് ഇളക്കി കളയാതെ മൊത്തം അത് റിമൂവ് ചെയ്ത് കുറച്ച് സുഷിരങ്ങൾ ഇട്ട് വെച്ചേക്കണം. അതിന് കറക്റ്റായിട്ട് എണ്ണ വീഴും. നമ്മളന്നേരം എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കുക. കുറച്ച് ഉലുവ ഫുൾ ഉലുവായിട്ടുള്ളത്, പച്ച ഉലുവ നമ്മൾ ഇട്ടിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയുടെ പകുതി ഇട്ടു, 1 തണ്ട് കറിവേപ്പില, അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകിൻ്റെ പകുതി പോർഷൻ എടുത്ത് ഇതിൻ്റെ ഇട്ടു. ആദ്യം ജസ്റ്റ് എണ്ണ ഉള്ളതുകൊണ്ട് ആദ്യം കുറച്ച് തീ കൂട്ടി ജസ്റ്റ് ഒന്ന് ഇളക്കണം. പിന്നെ ആവശ്യത്തിന് സോൾട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മുടെ വയറ്റുന്ന സവാള ഒന്ന് ബ്രൗണിഷ് കളറാവാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. നല്ലതായിട്ട് പെട്ടെന്ന് വയൻറ്റും കിട്ടും. അതിനാണ് നമ്മൾ അത്യാവശ്യം സോൾട്ട് സ്പ്രെഡ് ചെയ്ത് തൂവി കൊടുക്കുക. ഓക്കെ, അത് കൊടുത്ത് നമ്മൾ നല്ലതായിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഈ മിശ്രിതം വഴറ്റിയെടുക്കണം. അത് നമ്മൾ തീ 200-ലാക്കി നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഫ്ലെയിം 200-ലാക്കിയിട്ട് നമ്മൾ വഴറ്റി കൊടുക്കുകയാണ്. നല്ലതായിട്ട് ഒത്തിരി വഴറ്റി ഡ്രൈ ആവണ്ട, ഒരു ചെറിയ വഴറ്റി വരുമ്പോൾ നമ്മൾ ഇടാനുള്ള പൗഡേഴ്സ് ഇടുകയാണ്. നമ്മൾ ഒരു പോർഷൻ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ പകുതി എടുക്കുക. അതായത് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം. മഞ്ഞൾപ്പൊടി മറ്റേ മിശ്രിതത്തിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ഇല്ല, ഇതിന് മാത്രം മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. മുളക് പൊടി, അതായത് നമുക്ക് എരിവുള്ള മുളകാണിത്, അന്നേരം ഒത്തിരി ഇടണം. അതിൻ്റെ ഓൾറെഡി 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പിന്നെ മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ 1 സ്പൂൺ മുളക് പൊടി ഇടുന്നു. ഓക്കെ, പിന്നെ നേരത്തെ നമ്മൾ ആ മിശ്രിതത്തിൽ 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊണ്ട് ഇതിൽ 1.5 സ്പൂൺ മല്ലിപ്പൊടിയോട് ഇടുന്നു. മല്ലിപ്പൊടി ഇപ്പോഴും മുന്നോട്ട് നിൽക്കണം. നമ്മൾ 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് ഇളക്കുവാണ്. ഓക്കെ, അങ്ങനെ 1.5 സ്പൂൺ മല്ലിപ്പൊടിയോടെ ചേർത്താണ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഇടുന്ന കാണിച്ചില്ല, പക്ഷേ വയറ്റുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. മല്ലിപ്പൊടി ഇട്ടിട്ട് ഇത് ഇളക്കി വരുവാണ്. ഫിഷ് മസാല നമ്മൾ ഓൾറെഡി നേരത്തെ കലക്കി വെച്ചേക്കുന്ന മിശ്രിതത്തിലുണ്ട്. പിന്നെ നമ്മൾ തീച്ചൂടെ കൂട്ടിയിട്ടു. അതിൻ്റെ പച്ചമണം പോകാനായിട്ട് കുറച്ച് തീ കൂട്ടിയിട്ടു. ഈ സമയത്ത് നിങ്ങളുടെ ഇത് കട്ടിയുള്ള പാനായതുകൊണ്ട് അത്രയും കുഴപ്പമില്ല. പിന്നെ ഞാൻ അടുത്ത് നിന്ന്
ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് വയറ്റിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അടിക്ക് പിടിക്കില്ല. ഇൻ കേസ് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ സമയം കൊണ്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ആ മസാലകൾ നമ്മൾ ഇട്ട പൗഡേഴ്സ് ഡ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ കലക്കി വെച്ചേക്കുന്ന മിശ്രിതത്തോടെ ഇതിൻ്റെ അകത്ത് യോജിപ്പിക്കുക, മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അതെ, നോക്കിയായിട്ട് നിങ്ങൾ ഓൾറെഡി വെള്ളത്തിൽ കലക്കി വെച്ചേക്കുന്ന മിശ്രിതമാണ് ആ പൊടികൾ, ഫിഷ് മസാലയെല്ലാം. അത് കലക്കി നമ്മുടെ ഈ പാനിലോട്ട് കലക്കി ഇട്ട് നല്ലതായിട്ട് വഴറ്റിയെടുക്കും, നല്ല വൃത്തിക്ക് വഴറ്റിയെടുക്കും. ഓക്കെ, ഈ വഴറ്റി വരുന്ന മിശ്രിതത്തിലോട്ട് നമ്മൾ പുളിക്ക് വേണ്ടി തക്കാളി ഇടും ഞങ്ങൾ. അതായത് കേരളത്തിൻ്റെ സൗത്ത് സൈഡിൽ പിന്നെ മധ്യ കേരളത്തിൽ നമ്മൾ പുളി ഇടും. പുളി എന്ന് പറയുന്നത് തോട്ടുപുളി എന്ന് പറയും, കുടംപുളി എന്ന് പറയും. ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് പറയുന്നത്. കുടംപുളി, ഇംഗ്ലീഷിൽ കേംബോഡ്ജ് എന്ന് പറയും. ആ പുളി ഇട്ടിട്ട് നല്ലതായിട്ട് ജസ്റ്റ് കഴുകി ഒരു മൂന്നാലല്ലിൻ്റെ പുളി ഇടുന്നു. പിന്നെ നമ്മൾ അതിലോട്ട് തക്കാളി അരിഞ്ഞു വെച്ച തക്കാളി ഇട്ടു. പിന്നെ ചൂടുവെള്ളം, ഈ ചൂടുവെള്ളം ഞാൻ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. നല്ലതായിട്ട് തിളച്ച ചൂടുവെള്ളം പകുതിയോളം ഒഴിക്കുകയാണ്. ഞാൻ തക്കാളി ഇട്ട നിങ്ങളെ കാണിച്ചില്ലെന്ന്, തക്കാളി അരിഞ്ഞ് വെച്ച് കാണിച്ചിട്ടുണ്ട്. തക്കാളി ഇട്ട് നല്ലതായിട്ട് വയറ്റിയിട്ട് ആണ് ചൂടുവെള്ളം ഒഴിക്കുന്നത്. അടച്ച് വെച്ച് വയറ്റി അടച്ച് വെച്ചായിരുന്നു തക്കാളി ഇട്ട്. എന്നിട്ട് നല്ലതായിട്ട് വെന്ത് വന്ന സമയത്താണ് ചൂടുവെള്ളം ഒഴിക്കുന്നത്. ഇതാ നോക്കിയായിട്ട് നമ്മുടെ പൊടികളും തക്കാളിയും കുടംപുളി ഇതെല്ലാം കൂടെ അതിൻ്റെ അകത്ത് അലിഞ്ഞു ചേർന്നു. അതായത് ആ മിശ്രിതത്തിൽ അലിഞ്ഞു ചേർന്ന മിശ്രിതത്തിലോട്ട് നമ്മളതെല്ലാം കൂട്ടി യോജിപ്പിക്കുകയാണ്. ആണ് നല്ല തിക്ക് ഗ്രേവിയാണ്. ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുകയാണ്. നമ്മൾ മീൻ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, നമ്മളിപ്പം ഞാൻ പറഞ്ഞില്ലേ, മഞ്ഞൾപ്പൊടിയും വിനാഗിരിയൊക്കെ ഇട്ട് വെച്ചിരുന്ന മീൻ നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് ഞെക്കി പിഴിഞ്ഞ് സ്കിൻ ഓൾറെഡി റിമൂവ് ചെയ്തായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഫ്രഷ്നെസ് നോക്കിയിട്ട് സ്കിൻ റിമൂവ് ചെയ്ത ഫിഷാണ്. അതായത് ഒരു സ്മെല്ലും ഇല്ല, നല്ല നീറ്റായിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കഷ്ണമുണ്ട്. ഒരു വലിയൊരു പാത്രമാണിത്. എന്നിട്ട് അതിൽ ആവശ്യമുള്ള കഷ്ണമുണ്ട്. ഈ കഷ്ണങ്ങളെല്ലാം വാരി കറിയിലോട്ട് ഇടുകയാണ്. കുറച്ച് ഓരോന്ന് വാരി ഓരോ സൈഡിലിട്ടിട്ട് നമ്മളിത് മിക്സ് ചെയ്യും. സ്പൂണിട്ട് ഇതെല്ലാം ഇവിടെ ഇളക്കി യോജിപ്പിക്കണം. മീൻ കൂടുതലുള്ളതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് വെട്ടി തിളപ്പിക്കണം. അത് നമുക്ക് ആദ്യം ഇത് മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം വീണ്ടും ഒഴിക്കാം. കാര്യം നമ്മൾ പ്രവാസികൾ നല്ലതായിട്ട് തിക്ക് ഗ്രേവി ഉണ്ടാക്കി വെക്കുന്നതിൻ്റെ കാര്യം വെച്ചാൽ 1-2 ദിവസം അവർക്ക് ഫുഡ് കഴിക്കുകയും ചെയ്യാം. പിന്നെ പ്രശ്നമില്ല. എന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, ജോലി കഴിഞ്ഞ് എന്നും ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ 2-3 ദിവസക്കുള്ള കറി ഒന്നിച്ചുണ്ടാക്കി വെക്കും. ഇതാ ഒരു തണ്ട് നേരത്തെ നമ്മൾ കറിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഒരു തണ്ട് ഇപ്പം ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ ഇടുകയാണ്. അങ്ങനെ നമ്മളിത് അടച്ചു വെച്ച് വേവിക്കുകയാണ്. അടപ്പിട്ട് അടച്ചു വെച്ച് വേവിച്ചു. എന്നിട്ട് നമ്മളിത് തുറന്ന് നല്ലതായിട്ട് വെന്ത് വന്നപ്പോൾ തുറന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയോടെ തൂകിയിട്ട് വീണ്ടും അടച്ചു വെച്ച് പാത്രം താഴെ ഇറക്കി വെച്ചു. വെച്ച് കഴിഞ്ഞ് കുറച്ചൊരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ അവസ്ഥയാണിത്. ചാറും ഇതുമെല്ലാമായിട്ട് നല്ലതായിട്ട് മിക്സായി അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പരുവായിട്ടുണ്ട്. നോക്കി നല്ല തിക്ക് ഗ്രേവി. ചപ്പാത്തിയുടെ കൂടെയും ചൂരക്കരി ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെയും റൊട്ടിയുടെ കൂടെയും ഇതിൻ്റെ കൂടെ വെള്ളം കഴിക്കാം. അങ്ങനെ ഞാൻ മോട്ടർ റൈസ്, അതായത് റെഡ് റൈസ് വേവിച്ചതും ചീരത്തോരനും ടൂണ ഫിഷ് കറി ചൂരക്കറി എല്ലാം കൂടെ ചേർത്ത് നല്ല വിഭവസമൃദ്ധമായിട്ട് ഹെൽത്തി ഡെലീഷ്യസ് എമ്മി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നിങ്ങൾ തുമ്പപ്പൂവിലുള്ള തുമ്പപ്പൂ ചോറെന്ന് കേട്ടിട്ടില്ലേ? നല്ലത് ഗൾഫിലാണ് കഴിക്കുന്നതെന്ന് ആലോചിക്കണം. ഇത് ഞാൻ കഴിക്കാൻ പോവുകയാണ്. ഓക്കെ, അങ്ങനെ താങ്ക്സ്.